ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിധിയാസ് ഫുഡ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവൽ മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അത് റോസ്റ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. നെയ്യൊന്നും ഒഴിക്കാതെ പാനിലിട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 4 പൂവമ്പഴം തൊലി കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന അതിൻ്റെ ആ കോല് എന്തെങ്കിലും അതെടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഗ്ലാസ് വെച്ചിട്ടാണ് ഈ പഴം ഉടച്ചെടുക്കുന്നത്. നല്ലതുപോലെ പഴം ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവിൽ കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് 1 ടീസ്പൂൺ, നിങ്ങളുടെ കയ്യിലിപ്പോൾ ബൂസ്റ്റ് ഉണ്ടെങ്കിൽ ബൂസ്റ്റ് ചേർക്കാം, ഹോർലിക്സ് ആണെങ്കിൽ ഹോർലിക്സ് ചേർക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചോക്ലേറ്റ് പൗഡറാണ് കേട്ടോ. എൻ്റെ മക്കൾക്ക് ചോക്ലേറ്റിന് ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ബൂസ്റ്റിനും ഹോർലിക്സിനും പകരം ഈ ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിനി അവൽ മിൽക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്ലാസ്സിലോട്ട് ആദ്യമേ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന പഴത്തിൻ്റെ മിക്സ് 2 കയ്യിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന അവൽ ഒരു 3 ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് കാഷ്യൂസും പിന്നെ സാധാ കടലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ പാലെടുക്കുമ്പോൾ നല്ല തണുത്ത പാല് വേണം എടുക്കാനായിട്ട്. അതേപോലെ തന്നെ പാലൊഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇട്ട അവലിൻ്റെ അതേ ലെവലിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. അതിന് മുകളിലോട്ട് ഒരുപാട് മെറ്റി ഒഴിച്ച് കൊടുക്കരുത്. ഇനി ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലോട്ട് 2 കയ്യിൽ പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി 3 ടേബിൾ സ്പൂൺ അവലിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി വരുന്ന പാലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ മൊത്തം 2 കപ്പോളം പാല് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഏറ്റവും മുകളിലായിട്ട് ഒരു 2 സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുക്കാം. ഐസ്ക്രീം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും കൂടി ഇട്ടിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഐസ്ക്രീമും കൂടി ഇട്ട് കഴിക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഫ്ലേവർ ഒരു ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ഐസ്ക്രീമിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.